ഞാൻ ജനിച്ച് വളർന്നതും പഠിച്ചതുമൊക്കെ എൻ്റെ തറവാട്ട് വീട്ടാണ്. തൊട്ടപ്പുറത്ത് കാണുന്ന വീടാണ്. എൻ്റെ മനസ്സിൽ ഒരു വീടിനെ കുറിച്ച് തോന്നുമ്പോൾ കാണുന്നൊരു വിഷനുണ്ട്. ഒരു കാഴ്ചയ്ക്ക് ഭംഗി ഉണ്ടാവണം, അത്യാവശ്യം ആൾക്കാർക്ക് കണ്ടാൽ വളരെ ഇതായിട്ട് തോന്നണം എന്നൊക്കെ, അതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു. എൻ്റെ പേര് സലിം ജോസഫ് എന്നാണ്. എൻ്റെ വൈഫ് ജോയ്സി. UK-ലാണ്. ഞങ്ങൾ കുറേ അധികം 10-13 വർഷമായിട്ട് UK-ൽ സെറ്റിൽഡാണ്. രണ്ടുപേരും നേഴ്സുമാരാണ്. കുട്ടികൾ രണ്ടുപേരുണ്ട്. ഇവിടെ ഫാദറുണ്ട്, മേമയുണ്ട്. 6 പേരടങ്ങിയ ഒരു ചെറിയ കുടുംബമാണ്. കുറച്ചധികം നാളായിട്ട് നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് ഈ വീട്. മിക്കവാറും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് അവിടെ ഇരുന്നു കൊണ്ടുള്ളൊരു ഫോൺ കമ്മ്യൂണിക്കേഷനും വാട്സപ്പ് കമ്മ്യൂണിക്കേഷനും ത്രൂ ഒക്കെയാണ് ചെയ്തത്. A dream for everybody. അപ്പം ഞങ്ങൾ അവിടെ UK-ലിരുന്ന് പല കാര്യങ്ങൾ ആലോചിച്ചു. ആൻഡ് ഒബ്വിയസ്ലി അൽമേക്ക സ്റ്റെപ്ഡ് ഇൻ. അവർ ഞങ്ങളുടെ ഡ്രീം കം ട്രൂ ആക്കി. സോ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്കൊരു ഡിസൈനിങ്ങും 3D പ്രൊജക്റ്റും അങ്ങനെയൊക്കെ തന്നിട്ട് ഇവിടെ വന്ന് കാണുമ്പം നേരിട്ട് ഇറ്റ് വാസ് ലൈക്ക് ഔട്ട്സ്റ്റാൻഡിങ്. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഇറ്റ് വാസ് ബിയോണ്ട് അവർ എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ്സ്. ദേ റിയലി വർക്ക് വെൽ. I don't know, no words can express things, you know. So എല്ലാം കമ്മ്യൂണിക്കേഷൻ അവിടെ നിന്ന് ഇവിടെ വരെ ചെയ്യുമ്പം വെൻ തിങ്സ് ആർ മെറ്റ് അപ് ടു യുവർ സ്റ്റാൻഡേർഡ്സ് ഇറ്റ്സ് ബിയോണ്ട് എക്സ്പ്രഷൻ, യു നോ. സോ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തു. ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ടൈം ഒരുപാട് കുറവുള്ളൊരു രീതിയിലാണ് ആ ഒരു വർക്ക് ഞങ്ങൾക്ക് ഫിനിഷ് ചെയ്ത് തന്നത്. കാരണം ഞങ്ങളുടെ വരേണ്ട ഡേറ്റുകൾക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിരുന്നു. And the most important thing was within 2 weeks or 3 weeks ഞങ്ങളുടെ ഒരു ടൈം schedule was tight. സോ അവർ റിയലി വർക്ക് ഹാർഡ് ചെയ്തു അതിന് വേണ്ടി. വളരെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു. രാത്രിയൊക്കെ എൻ്റെ അനുജനോടെ ഉണ്ട്. അനുജനും കൂടി വന്ന് ഇവിടെ നിൽക്കും. രാത്രി ചിലപ്പോൾ 12 മണി 1 മണിയൊക്കെ ആയാലും അവർ കിടന്നിട്ടുണ്ടെങ്കിൽ ആകെ പൊടി പിടിച്ച് കിടക്കായിരിക്കും. അപ്പോൾ ആ പൊടിയിൽ നിന്ന് ഒക്കെ പൊടി തൂത്ത് കളഞ്ഞ് ഒരു പായം പിരിച്ച് കിടന്നുറങ്ങും. വെളുപ്പിന് എഴുന്നേൽക്കും. രാത്രി ഏത് നേരവും ഇതിൽ പോകുന്ന ആൾക്കാർ പറയും എപ്പോഴും പണിയാണല്ലോ രാത്രി. ആ ലാസ്റ്റ് ടൈം ഒരു 8-10 ദിവസം വളരെ ഹാർഡായിട്ട് വർക്ക് ചെയ്തു. ആ തൊഴിലാളികളോട് എനിക്ക് വലിയ ബഹുമാനം തോന്നുന്നു. കാരണം അവർ ഒരു മടുപ്പുമില്ല കാര്യങ്ങൾ ചെയ്യുന്നതിന്. വളരെ ഭംഗിയായിട്ട് അത് മാനേജ് ചെയ്തു. ആ ടൈം ലിമിറ്റിനുള്ളിൽ തീർക്കാൻ ശ്രമിച്ചു. അത് അവരുടെ ഒരു പ്രത്യേക ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നു. നമ്മുടെ ഒരു ആവശ്യം അറിഞ്ഞ് സഹകരിച്ച് കാര്യങ്ങൾ ചെയ്തു. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മെയിൻ ലൈക്ക് ദ ഹെഡ് ആൻഡ് വോൾ അത് തീം ചെയ്ത് അതിൻ്റെ അനുസരിച്ച് ആ ബെഡുകളെല്ലാം സെറ്റ് ചെയ്ത് ദാറ്റ് വാസ് റിയലി വാട്ട് ലൈക്ക് മൈ തിങ്സ്. ആൻഡ് കിച്ചൺ വാസ് എവറിത്തിങ് വാട്ട് ഐ വാണ്ടഡ്, യു നോ. ഞങ്ങൾക്ക് 2 കിച്ചണുണ്ട്. 2 കിച്ചണും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത സ്റ്റാൻഡേർഡ്സിലെല്ലാം മീറ്റ് ചെയ്തു, ഇൻക്ലൂഡിങ് ദ ഷെൽഫിങ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. സോ എവറി മൈന്യൂട്ട് ഡീറ്റെയിൽസ് വാസ് ടേക്കൻ ഇൻ ടു കൺസിഡറേഷൻ. സോ I cannot say more than this, you know. Everything was fine. I'm really happy with what they did. And from my family, I would say a special thanks to the whole team. So they did a really great job.